ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിന്റെ ഒരു ഒത്തിരി സന്തോഷമുള്ള നല്ലൊരു അടിപൊളി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാരി 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 ഇങ്ങനെ എന്നാ പറയുന്നത്, ചെള്ളം പിടിച്ച് കിടക്കത്തി ഒരുമാതിരി അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കത്തില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു മഴ. നല്ല ശക്തിക്ക് മഴ പെയ്യുകയാണെങ്കിൽ ചെളിയൊക്കെയാണ്ട് അടിച്ച് കലക്കി നല്ല നീറ്റായി പോവും. അങ്ങനത്തെ മഴയില്ല. വെയിലാണോ എന്ന് ചോദിച്ചാൽ വെയിലുമാണ്. പക്ഷേ ഇന്നലെ 2 ദിവസം ഞാനിപ്പോൾ സ്കൂട്ടി ഓടിക്കാനായിട്ട് പോയിട്ട് ഇതേണ്ട കണ്ടോ, വെയിലുണ്ടോ എന്ന് വെച്ചാൽ വള ഇട്ടതിൻ്റെ അത്ര ഭാഗത്തൊക്കെ നിറം കണ്ടോ, വള കണ്ടതിൻ്റെ അത്ര ഭാഗത്ത് നിറം എന്നുകൊണ്ട് അങ്ങനെ ഭയങ്കര ശക്തമായിട്ടുള്ള വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ചുമ്മാ ഉണ്ടല്ലോ, ഇന്നലെ നമുക്ക് കാഞ്ചാറ് വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനിടയിൽ ഒരു കോള് കയറി വന്നതാണ് കേട്ടോ. ഇന്നലെ കാഞ്ചേരി വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ കാഞ്ചേരിയിൽ ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട്. ലാൽട്ടൻ്റെ വീതം അവർ ആ കാരണവന്മാർ തന്നതാണ്. അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിന് പട്ടയം ഇല്ലാത്തൊരു വസ്തുവാണ്. അപ്പം പട്ടയത്തിന് വേണ്ടി ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ട്. കുറേ അധികം പ്രാവശ്യം ഞാൻ കട്ടപ്പന പട്ടയ ഓഫീസിൽ കയറി ഇറങ്ങി. പിന്നെ അവർ വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ തിരുമ്മിയിട്ട് കിടന്നപ്പോഴാണ്. അന്നേരം നമുക്ക് മഴയത്ത് പോയി ഒന്നും അളക്കാൻ പോകാനായിട്ടാ വരാമോ എന്ന് ചോദിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ചേരിയിൽ നിന്ന് പിന്നെ ആതിരയെന്ന് പറഞ്ഞാൽ കുഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 18-ാം തീയതിക്കകം തൊട്ടടുത്ത വീട്ടിലെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സർവേ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് 18-ാം തീയതി ചെല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ കാഞ്ചാറ്റി പോയിട്ട് വന്നപ്പോൾ വഴി ഒരു 5-6 അടുത്ത് മോശമായതുകൊണ്ട് ഞാൻ സ്കൂട്ടി കൊണ്ടുപോയില്ല. കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയായതുകൊണ്ട് കൂടെ അവിടെ ഇവിടെയൊക്കെ ചെളിയൊക്കെ ആയതുകൊണ്ട് വണ്ടി കൊണ്ടുപോയില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പം നല്ല വെയിലുണ്ട്, മഴയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഒറ്റ പോയി ഞാൻ ചെമ്മണ്ണമ്പലത്തിൻ്റെ മുറ്റത്ത് വരെ പോയി കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാതെ പോകുന്നപ്പോൾ ഒരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടായോട് രാത്രി പറഞ്ഞു, അയ്യോ ഞാൻ അമ്പലത്തിൽ തൊട്ട് മുറ്റത്ത് എന്നാ പറയാൻ, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നമ്മൾ പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലം കൂടെ ആകുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പം കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരിതല്ലേ. അപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞു, ചേട്ടാ പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകും, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നമ്മുടെ ചെമ്മണ്ണമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ചെമ്മണ്ണമ്പലം എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി നല്ല നല്ല ഓർമ്മകളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ. കാരണം എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ചോറ് കൊടുത്തു അവിടെയാണ്. പിന്നെ എന്നാ പറയുന്നത്, ലാൽട്ടനാണേലും ഒത്തിരി കുടിയും കാര്യങ്ങളും അലമ്പും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നപ്പോൾ നമ്മൾ അവിടെ ശാന്തിയുടെ അടുത്ത് പോയി നമുക്ക് സമാധാനം കിട്ടാനായിട്ട് നമ്മൾ ഓടി ഓടി പോകുമല്ലോ. അങ്ങനെ ഞാൻ ലാൽട്ടനോട് ഒരു 3-4 പ്രാവശ്യം പോയിട്ടൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. അങ്ങനെ കുറേ നല്ല ഓർമ്മകളുള്ള ഒരു അമ്പലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്നാൽ അമ്പലത്തിലൊക്കെ പോകാം. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടും, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. നമുക്കതൊക്കെ പബ്ലിക്കിലോട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ചില സമയങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും, ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം കിട്ടും. എല്ലാത്തിനെയും ഫേസ് ചെയ്യാനായിട്ട് നേരിടാനായിട്ടൊക്കെ ഉള്ളൊരു ഇത് കിട്ടും. അപ്പം എന്തായാലും രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം രാവിലത്തെ ഈ ടൈം ഒരു ഇതാണ്, സ്കൂൾ ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിറച്ച് വണ്ടികളും കാര്യങ്ങളും ആയിരിക്കും. അതിനെന്താ ഈ വളവാണ്, ഫുള്ള് വളവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സോണിച്ചേട്ടൻ്റെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ വളവാണ്. നമ്മൾ പഴയ വീടിൻ്റെ താമസിച്ചുകൊണ്ടിരുന്നില്ലേ, അതിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് 15 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. ദേവിയമ്മയുടെ എല്ലാ ആവശ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചേക്കാം. പിന്നെ ആ കഴിഞ്ഞ ദിവസം കടത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഇന്നലെ അവിടെ ചെന്ന് നിന്നപ്പോൾ ഓർത്തു. അല്ലാണ്ട് വേറൊരു മോളുണ്ട് ബാംഗ്ലൂർ, അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇന്നലെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെ ചെന്ന് താഴെ നടയിൽ അവിടെ തൊട്ടടുത്ത് ദേവിയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്നാണേലും പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇന്ന് പോയി അമ്പലത്തിനകത്ത് കയറി വിഷമവും സങ്കടവും ഒക്കെ എന്നോട് പറഞ്ഞേക്കുന്നവരുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ ദേവിയമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം. ദേവി മാതാവ് ഒന്നല്ലേ. അപ്പം എന്തായാലും ഞാൻ ഒന്നാന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഓടി മാതാവിൻ്റെ അടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുത്തിട്ട് പോകാറുണ്ട് എപ്പോഴും വീഡിയോ എടുത്തിട്ട് ഒത്തിരി ദിവസമായി അല്ലേ. മാതാവിനെ കാണിച്ചു തന്നിട്ട് ഒത്തിരി ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ കാണിച്ചാൽ തോന്നുന്നു, ആണോ? ഇപ്പം എന്തായാലും വണ്ടി എടുക്കാനല്ല, അല്ലാണ്ട് നമ്മൾ ഈയിടെ നമ്മൾ തമിഴ്നാടിന് പോയപ്പം കാണിച്ചതല്ലേ. അപ്പം എന്തായാലും പോയിട്ടൊക്കെ വരാം, എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പോകുന്നു കേട്ടോ. സമയം 7:30ആയി. ഭയങ്കര മഞ്ഞാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇത് വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനാന്ന് തോന്നുന്നു. മഴക്കാലമായി ഇരിക്കുന്നത്
വലിയ മഴ ഇതുവരെയായിട്ട് അങ്ങനെ 1-2 ദിവസം പെയ്തല്ലാണ്ടേ. പിന്നെ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്ന, അതായത് മഴ ഇപ്പോൾ ഒക്കെ നിന്ന് പെയ്യേണ്ട സമയമല്ലേ, പെയ്യാതിരിക്കും. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് കഴിഞ്ഞാണ് പ്രളയമൊക്കെ വന്നതെന്ന് ചേട്ടായി പറയുമായിരുന്നു ഓഗസ്റ്റിൽ. ഇന്ന് വണ്ടി ഓടിക്കാൻ ഓടിച്ച് ഞാൻ നമ്മുടെ ചെമ്മണ്ണമ്പലത്തിൻ്റെ ദേവിയമ്മയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അവിടുന്ന് 16-17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അയ്യോ, എനിക്ക് കണ്ടിട്ട് കൊതി വരുന്നു. നമ്മൾ നോക്കി അത്രയും സ്നേഹത്തോടെ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചം കാരണം നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ചെമ്മണ്ണമ്പലം. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ തൊഴുന്നൊരു സമയമല്ല കേട്ടോ. അമ്പലത്തിൻ്റെ എന്തോ പണികളും കാര്യങ്ങളും ഒക്കെ ഒറ്റപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിനകത്തോട്ട് ഞാൻ കയറുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പോവാം. ഞാൻ ഇവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ട്, അമ്മയുടെ അടുത്ത് നേർച്ചയൊക്കെ ഇട്ടിട്ട്, അമ്മയോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാന്നറിയോ, എൻ്റെ ചെമ്മണ്ണിലമ്മ എനിക്ക് നിൻ്റെ അടുത്ത് വരെ ഒന്ന് വരാൻ പറ്റണേ ഇന്ന് വണ്ടി ഓടിച്ചെന്ന്. അപ്പോൾ അതേപോലെ നടത്തി തന്നില്ലേ. അപ്പോൾ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പോകാം കേട്ടോ. നല്ല രസം ഇവിടെ കാണാൻ. അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതിട്ട് പോവാണ് കേട്ടോ. ബസ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ, കണ്ടോ, ഒരു മോള് ഓടിച്ചുകൊണ്ട് പോകുന്ന സ്കൂട്ടി. നല്ല രസം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭയങ്കര ഒരു വൈബാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ശാന്തിയുടെ വീട് കേട്ടോ. പിന്നെ സ്റ്റേജൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കാണുന്നൊക്കെ ലേംസാണ് കേട്ടോ. ഈ എന്നാ പറയുന്നത്, എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലേംസാണ്. നമ്മുടെ ഉപ്പുറവിൻ്റെ അടുത്തോടെ ഒരു ചേച്ചിയുടെ വീടുണ്ട് ഈ പരിസരത്ത് എവിടെയോ. അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല, അമ്മുക്കുട്ടി ചേച്ചിയുടെ വീട്. നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആ വഴിയാണ് നോക്കണ്ടോ. അത് ഏലപ്പാറയാണ് കേട്ടോ. ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ്. നേരത്തെയൊക്കെ നമ്മൾ അതിലായിരുന്നു വരുന്നത്. ഇങ്ങോട്ടേക്ക് താഴോട്ട് നോക്കിയിട്ടേ തല ഇറങ്ങുന്നു എനിക്ക് ഭയങ്കരമായിട്ട്. നമ്മുടെ ഡിയോ കൂട്ടം നേണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങി പോകാം അല്ലേ. കേട്ടോ, അത്യാവശ്യം രാവിലത്തെ തിരക്കൊന്ന് കഴിഞ്ഞതാണ് കേട്ടോ. എന്നാലും ദൂരെ നിന്നൊക്കെ ഇവിടെ വരും. ഭയങ്കര എന്നാ പറയുന്നത്, അച്ചട്ടായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ. കേട്ടോ, ഇറങ്ങി ഞാൻ പകുതിക്ക് നടയുടെ താഴെ വന്നത്. ഇനി ഈ നട മൊത്തം താഴോട്ടിറങ്ങണം. ഇതിലെ പോകുന്ന വണ്ടിക്കാരെല്ലാം ഇവിടെ നേർച്ചയാക്കി ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ് കേട്ടോ. അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച്. ഉണ്ടോ, കാണാൻ നല്ല രസമില്ലേ, നല്ല ഭംഗിയില്ലേ. വലിയ മലയാന്ന് നോക്കിയാൽ അങ്ങോട്ടേക്കൊക്കെ കണ്ടോ. വണ്ടിയുണ്ട് കേട്ടോ, ബസ്സൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉള്ളെന്ന് തോന്നുന്നു. ഏലപ്പാറയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നുണ്ട്. ഏട്ടാ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകാൻ തുടങ്ങുക തിരിച്ചേട്ടാ. നമ്മുടെ ഡിയോ കുട്ടനിരിക്കുന്നുണ്ടോ. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. അത്യാവശ്യം രാവിലത്തെ തിരക്ക്, വലിയ തിരക്കം കഴിഞ്ഞ കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേന് ഇച്ചിരി സമയമായല്ലോ. 9:30 കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റായി. 9:17 ആയപ്പോഴാണ് വീഡിയോ ഇട്ടില്ലോ എന്ന് പറഞ്ഞത്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വേറെ ശ്രദ്ധ പോകത്തില്ലല്ലോ. 8:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8:30 8:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ എന്നാലും അത്ര സമയമല്ലേ ആയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ആ വീഡിയോ ഇടാണ്ടിരുന്നത്. എന്തായാലും ഇത് കണ്ടോ, ഈ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് ചട്ടിത്തല ഉണക്കിരിക്കും കേട്ടോ. എനിക്കൊരു ചേച്ചി തന്നെ പ്രസാദമൊക്കെ തൊട്ട് വന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിപ്പുണ്ട് പ്രസാദം. ഇതേ, അപ്പോൾ നമുക്ക് വണ്ടിയെ കൊണ്ട് വയ്ക്കാം. അമ്മയുടെ പ്രസാദം അല്ലേ. എന്നാൽ പോയേക്കാം അല്ലേ. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, നമുക്ക് എന്നാ ഈ ഇടുക്കി താമസിക്കുന്നതായിട്ട് പോലും കൂടി ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേനും ഒരു ഭയങ്കര അനുഭൂതിയാണ് കേട്ടോ. എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗി. അയ്യോ, എന്തൊരു രസമാണോ കാണാനായിട്ട്. അയ്യോ, നല്ല രസമാണ് കേട്ടോ. അത് മൊത്തം വലിയൊരു പാറയാണ് കേട്ടോ. അത് ഇന്നലെ ഞാൻ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ഇതേതോലും ആറിൻ്റെ ഭാഗമായിരിക്കും കേട്ടോ. എവിടെ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ടേക്ക് മാറി ഒരു 2-3 ചെറിയ കടകളും കാര്യങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. എന്നോ രസമാണ്. ഒരു ഭയങ്കര വൈബാണ് കേട്ടോ ഇവിടെ. കണ്ടോ പോകുന്നത് വണ്ടിയൊക്കെ. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസം കേട്ടോ. കാഴ്ചക്കാർക്ക്, പുറത്തുനിന്നൊക്കെ ഉള്ളവർക്കൊക്കെ വരുന്നവർക്കൊക്കെ, ഏലപ്പാറ വാഗമണ്ണൊക്കെ വരുന്നവർക്കറിയാം. എന്നാലും ഞാൻ പറയാം. നല്ല കാഴ്ചകൾ കാണിക്കട്ടെ. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയുള്ള എസ്റ്റേറ്റിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള പശുവും ആടുമൊക്കെ നമ്മൾ എന്നാ പറയുന്നത്, തീറ്റ എത്തിക്കൊടുക്കുകയും ഒന്നും ചെയ്യണ്ട. സമയാസമയങ്ങളിൽ അതുങ്ങൾ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വന്നിങ്ങനെ മേഞ്ഞ് നടന്ന് തിന്നിട്ട് വരും കേട്ടോ. നമ്മൾ വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട. കണ്ടോ, പൊട്ടാൻ തുടങ്ങിയൊരു പാറയാണേ. വേണ്ട, പൊട്ടാൻ തുടങ്ങിയുള്ള പാറയത് കേട്ടോ. എത്ര കിലോമീറ്റർ, എത്ര പൊക്കത്തിലാന്ന് നോക്കി. കണ്ടോ, ഇത് മൊത്തം പാറ കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ വീടുണ്ട്. ഈ സ്ഥലപ്പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ മലയുടെ മണ്ടയ്ക്ക് നോക്കി ഒരു വീടിരിക്കുന്നത് കാണിച്ചു തരാവേ. എങ്ങനെ അവിടെയൊക്കെ കയറി ചെല്ലുമോ മഴക്കാലം ആകുമ്പോൾ അല്ലേ. എൻ്റെ അമ്മേ, എന്നാടി എന്നാ തിന്നോ? വയറൊക്കെ നോക്കി പീരപ്പിടിക്കാന്മാർ കുടുക്കിയൊക്കെ നിറച്ച് വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ. എനിക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടം. ആളുകളൊക്കെ ഇരുന്ന് കുറേ കാലമായില്ലേ, ഒരു ഭയങ്കര സന്തോഷം.
അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാൽ കല്യാണമൊക്കെ ഇരുന്നോളൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ചേട്ടന്മാരൊക്കെ ബൈക്കും കാറും ഒക്കെ പോകുന്നവരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്, ഇത് ആരാണോ ഇത് തന്നെ ഈ പെണ്ണ് കാണിക്കുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കല്ലേ അറിയത്തുള്ളൂ ഇത് നമ്മുടെ അരിയുടെ മാർഗ്ഗമാണ്, നമ്മുടെ ജോലിയാണെന്നുള്ളതല്ലേ. ഓരോ ഓട്ടോച്ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും നോക്കും ഇതന്നെ ഈ കാണിക്കുന്നത്, ഇതന്നെ ഈ ശ്രദ്ധിക്കുന്നതെന്നുള്ളത്. എല്ലാവരും ഞാൻ പറയാൻ പറ്റില്ല, വണ്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നോക്കിക്കൊണ്ട് പോയി ഇതെന്നെ ഈ കാണിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നീ താഴെ കൂടെ നല്ല കുഞ്ഞരുവിയൊക്കെ ഒഴുകുന്നുണ്ട്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ, പോകാൻ തോന്നിയില്ല. കാർമേഘമുണ്ട് ഭയങ്കരമായിട്ട്, മഴയ്ക്ക് മേഘം മൂടിയുന്നുണ്ട്, പക്ഷേ പെയ്തില്ല കേട്ടോ. എന്നാലും അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു. അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പണി കഴിഞ്ഞാൽ സൂപ്പറാകും കേട്ടോ, വെട്ടിക്കെട്ട പോലാവും. നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടിപ്പം അപ്പുറത്തൊരു ചെറിയൊരു ഇതിനകത്താണ് പൂജയും കാര്യങ്ങളൊക്കെ. എന്നാലും നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ താഴെ വണ്ടിയൊക്കെ കുറച്ചേ ഉള്ളല്ലോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷേ മുകളിൽ കയറി ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മൂനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു, സിന്ധുവിനെയും വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പോയേക്കാല്ലേ. ആർക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും ചാടി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനൊരു കാറ് വരുന്നുണ്ടോ, ഞാൻ വന്ന വഴി അങ്ങനൊരു കാറ് വരുന്നുണ്ട്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ വന്ന് ഞാൻ നമ്മുടെ ചാച്ചക്കടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചാച്ചക്കടയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകത്തില്ല, ഇത് നമ്മുടെ ഈ പരിസരത്ത് ആദ്യമായിട്ട് വന്ന കടയല്ലേ ചേച്ചി? അതെ, നമ്മുടെ നമ്മുടെ സന്തോഷിൻ്റെയും ഞങ്ങളുടെ തറവാട് വീടിൻ്റെ ഒക്കെ എടുത്ത് ഏറ്റവും ആദ്യമായിട്ട് വന്ന കട കേട്ടോ. അപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് ഇറക്കിയൊന്നും വന്നിട്ടില്ലായിരുന്നു, ആ ഫ്രണ്ടിൽ മാത്രം ഒരു ചെറിയ കടയായിരുന്നു. പക്ഷേ ചെറിയ കടയാണെങ്കിൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഈ കടയിൽ എത്ര വർഷം, ഒരു 3-4 വർഷം ഞാൻ നിന്നില്ലേ അല്ലേ? 3-4 വർഷം ഞാൻ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്ത കേട്ടോ ഇവിടെ. അന്നേരം എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ ചാച്ച ഉണ്ടായിരുന്നല്ലേ. എന്നിട്ട് ഞാൻ പിള്ളേരെ കൊണ്ട് വരുമ്പോഴത്തേനും ചാച്ച പറയും, എടി മേരി 2 മുട്ട ഒഴുകി കൊടുത്തേടി പിള്ളേർക്ക് അല്ലേ, ഉറക്കം തട്ടുമല്ലോ. ദൈവമേ, അയ്യോ അതൊക്കെ ഓർത്ത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ചാച്ചക്കടയിൽ വന്നപ്പോഴത്തേനും അപ്പോൾ എല്ലാവിധ സാധനവും ഉണ്ട് കേട്ടോ ചാച്ചക്കടയിൽ. പേരൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ചാച്ച ഒരു ഓണത്തിനല്ലേ ചേച്ചി ചാച്ച മരിച്ചത്. എന്നിട്ട് ഞങ്ങൾ കഞ്ഞി പോലും വെക്കാതെ ഞാനും ചേട്ടൻ കൂടെ ഇവിടെ വന്നിരുന്നായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. എല്ലാവിധ സാധനവും ഉണ്ട് കേട്ടോ ചാച്ചക്കടയിൽ. ഇവിടെ 2 ആമക്കളുള്ളൂ കേട്ടോ, ഒരു ഷാർലറ്റും ഒരു ഷാർവിനും. അപ്പോൾ ഷാർവിൻ എന്നോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു. ഷാർലറ്റിന് അത്ര ഇതായില്ല. ഷാർവിനുണ്ട്. എന്നാന്ന് പറഞ്ഞിട്ട് ഷാർവിൻ ഡിഗ്രിക്ക് അങ്ങോട്ട് കട്ടപ്പനയ്ക്ക് പഠിക്കാൻ പോകുമ്പോഴത്തേനും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഓ സൂപ്പർ ചപ്പാത്തിയാണ് ചേച്ചി. അതെ ഓർക്കുന്നത് അല്ലേ? ഇഡ്ഡലി വേണ്ട, ദോശ വേണ്ട, ചപ്പാത്തി അവരും ഇഷ്ടം അല്ലേ? ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും ആ ചപ്പാത്തി സൂപ്പറാന്ന് പറയാത്. ചിലപ്പം അവർ അവിടെ ഇരുന്ന് കണ്ടോളും. അപ്പോൾ എല്ലാ സാധനവും ഉണ്ട്, ഒരു പലചരക്ക് ബേക്കറി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളൊരു നമ്മുടെ വീടിൻ്റെ അവിടെ ഈ പരിസരക്കാരെല്ലാം ഏകദേശം ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. എന്നാലും ഞാൻ പറയുമായിരുന്നു എല്ലാവരും പറ്റുന്ന മാതിരിയൊക്കെ വന്ന് മേടിച്ചൊക്കെ നമ്മുടെ തൊട്ടടുത്തൊരു അതെ തൊട്ടടുത്തുള്ളൊരു പ്രസ്ഥാനമല്ലേ അല്ലേ. അപ്പോൾ ബാബുചേട്ടനെ ആർക്കും അറിയത്തില്ലാത്ത ആളല്ല. ഉപ്പേറെ നമ്മുടെ പൻസി ബാബു എന്ന് അറിയപ്പെടുന്ന ആളായിരുന്നു. പണ്ടത്തെ എന്നാ കടയാണ്, ചെരുപ്പ് കട, സ്റ്റേഷനറി, വലിയൊരു കടയായിരുന്നു കേട്ടോ ചേട്ടൻ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ നിർത്തിയിട്ട് വീട്ടിലോട്ട് തന്നെ ആക്കിയതാണ്. വന്നിരുന്ന് വർത്താനം. ഇതാരുടെ വണ്ടിയാ? ടാക്സി ഇവിടുന്നാണോ? അതാണോ മഞ്ഞ അടിച്ച് വെച്ചിരിക്കുന്നത്? വന്ന് വർത്താനം എല്ലാം പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് കേട്ടോ. ഇനി ഞാൻ പോകാൻ തുടങ്ങും. ഐസ്ക്രീമും ഒക്കെ ഇരിപ്പുണ്ടല്ലോ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ കണ്ടാ ഇരിക്കുന്നത്. ചുമ കാരണം രക്ഷയില്ല, അല്ലായിരുന്നു ഈ ഒരെണ്ണം തിന്നായിരുന്നു. ചുമയ്ക്ക് ആറലോടെ നിന്നോണ്ടിരിക്കുക, ഭയങ്കര ചുമയായിരുന്നു. ഇപ്പം 3 ആഴ്ചയായി ചുമച്ചിട്ട്. ഇപ്പം 3 ദിവസം കൊണ്ട് ആറലോടകം തിന്നപ്പോൾ ഇച്ചിരി കുറഞ്ഞു. എന്നാൽ പോവാ കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. സന്തോഷം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്നേലും കാണുമെന്ന് എനിക്കറിയാം. വന്നു കള്ളപ്പമൊക്കെ ചിപ്പി ഉണ്ടാക്കി തന്നു, തട്ടി. അത് കഴിഞ്ഞപ്പോൾ കൊച്ചു ചിപ്പിയും കിച്ചും കൂടെ എന്നോട് പറഞ്ഞു തന്നു, അപ്പച്ചി പിന്നെ ഈ ഫുഡിൻ്റെ ഒക്കെ ഇത് റീൽസ് ഇടണം കേട്ടോ, അത് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. മറ്റേ ട്രെൻഡെന്ന് അതൊക്കെ എഴുതി ഇടുന്നോക്കില്ലേ, അതൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കി. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ. എന്നാൽ ശരി, ഇവരുടെ മുമ്പ് ഇരുന്നൊന്ന് പഠിക്കാമെന്ന് കരുതിക്കൊണ്ടുണ്ടല്ലോ. എന്നാ മക്കളെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഫ്രിഡ്ജിനകത്ത് മാങ്ങാപ്പഴം ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു. നല്ല വൃത്തി എന്നോട് പറഞ്ഞു മാങ്ങാപ്പഴം ഇല്ല കേട്ടോ വന്നപ്പം വരെ. പക്ഷെ കണ്ടോ ഫ്രിഡ്ജിനകത്ത് 2 ഞാൻ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് കേട്ടോ. 2 എടുത്ത് ചെത്തി, ഒരെണ്ണം ചെത്തി ഇപ്പം മൊത്തക്കേട്. അത് കൊണ്ടുപോയി അവള് കളഞ്ഞിട്ട് അടുത്തെടുത്ത് ചെത്തി കൂടി കഴിയുമ്പോ തന്നെ അത് തന്നെ പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിപ്പില്ലേ മഴയില്ല. എന്നെ ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോ എവിടെ
അത് വീഡിയോ എടുത്താൽ ഈടെ അടിച്ചു തപ്പിയാ എവിടുന്നേരം വാങ്ങാൻ എവിടുന്നാ പോയി ഒരെണ്ണം കൂടി തപ്പി എടുത്തോണ്ട് വന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു എന്നതൊക്കെയാണ് എന്നെ പറഞ്ഞു ഇത് ലാസ്റ്റ് വാങ്ങിയ സിന്ധു കുറെ വരെ വാങ്ങി എത്തുന്നു. ഇനി പട്ടിപ്പടി ചെയ്തോളൂ, പട്ടി ചെയ്തോളും, പണി ചെയ്തോളും. പിന്നെ പോകുന്നതിനൊക്കെ പാത്രമെല്ലാം കഴിയുമോ? അതിന്റെ എന്റെ സ്വഭാവം അറിയാലോ. അതല്ല രാവിലെ എല്ലാം മീനോട് കിട്ടിക്കല്ലോ ഷോർട്സ് ദൈവം ഒരു ഷോർട്സ് എടുക്കുന്നത് പഠിക്കാനായിട്ട് പിള്ളേരുടെ കൂടെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. ഇപ്പൊ അറിയാം അപ്പൊ ഭാഗ്യം ഉണ്ടോന്ന് പറയാം. അത് പക്ഷെ നമുക്ക് മുറിക്കുന്ന ഷോർട്സിനകത്ത് എടുക്കാം. അത് ഷോർട്സ് ആയിട്ട് നിങ്ങൾ കണ്ടോ? അയ്യോ ഫോട്ടോ വേണമായിരുന്നോ? ഞങ്ങള് തിന്നു തുടങ്ങി. അല്ല ഫോട്ടോ ഞാൻ എടുത്തു. ആണോ? ഞാനുണ്ടല്ലോ റീൽസിന് ഒരു പീസ് എടുത്ത് കടിച്ചു. നടക്കിയല്ല കിട്ടിയല്ലെന്ന് പറഞ്ഞ് ദേവ അത് പറക്കോട്ട് പോന്നു കേട്ടോ. നിനക്ക് വേണ്ടേ ചിപ്പി? മേടിച്ചോ ചിപ്പി? അല്ലെ കിട്ടിയല്ല ദേ പാത്രം കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അവൾ ഓടി വന്ന് പറഞ്ഞു എടുത്തിട്ട് പോയി കേട്ടോ. അപ്പൊ ചിപ്പിക്കും കിച്ചനും ഓരോന്ന് കൊടുത്തേക്കല്ലേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കറങ്ങി നടന്ന് എന്നാ പറയുന്നത്, രാവിലെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കറങ്ങി വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് സന്തോഷം. ഇന്നത്തെ ദിവസം മഴ ചാറിയിട്ട് പോലും ഇല്ല കേട്ടോ. ഇനി നാളെ എങ്ങനെ ആവും അറിയത്തില്ല. ഇന്നത്തെ ദിവസം മഴ ചാറിയിട്ട് പോലും ഇല്ല ഇത്രയും നേരമായിട്ട്. പിന്നെ സന്തോഷിൻ്റെ അവിടെ പോയി കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് ചിലവഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്താ പറയുന്നത്, ഇനി വൈകിട്ടത്തേന് അവിടെ ഫുഡ് ഉണ്ടാക്കണം. ചോറ് കുറച്ച് ഇരിപ്പുണ്ട്. ചേട്ടായിക്ക് കൊടുക്കാനുള്ള ചോറുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ചോറ് കഴിക്കുന്നില്ല. ചേട്ടായിക്കുള്ള ചോറ് ഇരിപ്പുണ്ട്. ഇനി ചക്ക കിട്ടിയിട്ടുണ്ട്, ചക്ക വേവിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു കറിയൊക്കെ കൂടെ തട്ടിക്കൂട്ടാം. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് പോയെന്ന് പറഞ്ഞാലും അപ്പടി നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് വിയർക്കും പുറകെ ചെയ്ത് അപ്പോൾ കുളിക്കുകയും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എന്നാ പറയുന്നത് ഒരു വീഡിയോയുടെ വൈൻഡപ്പ് അങ്ങനത്തേക്കാം അല്ലേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഉള്ള സമയം പെട്ടെന്ന് പണികൾ ചെയ്താലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കിച്ചുക്കുട്ടനും ജിപ്പിയും എന്നെ എന്നാ പറയുന്നത്, ഇനി സിന്ധുപ്പച്ചി ഇങ്ങനത്തെ റീൽസ് ഇടുക കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിലോട്ട് ഒന്നും കയറിയിട്ടില്ല സത്യം പറയാലോ. അപ്പോൾ അപ്പച്ചി ഒന്നേ ഇടയ്ക്ക് കയറി വായോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്നാ ഓരോരുത്തരുടെ വീഡിയോ ഇരുന്ന് കണ്ടിട്ടൊക്കെ അവർക്ക് ഇഷ്ടം, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സൈസ് ഇടുന്നതല്ലേ നല്ലത് അപ്പച്ചി. അതുകൊണ്ട് അപ്പച്ചി എപ്പോഴും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതല്ലേ ഇതിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പ്രമാണിച്ചാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റയ്ക്ക് അതൊരു അവർ പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, മുമ്പോട്ടേക്ക് ഇതേപോലെ തന്നെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ വെൽബട്ടോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് ചിരി വന്നു. എന്നാന്നറിയോ, ഞാനിങ്ങ് പോരാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കോട്ടയത്ത് നിന്ന് ചേച്ചി വിളിച്ചു കേട്ടോ. ചേച്ചി വിളിച്ചു സിന്ധുവിനെ ചേച്ചി വിളിച്ച് അന്നേരം എൻ്റെ കാര്യം പറഞ്ഞാണ്ട് അവൾ വന്നിട്ട് പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയായിരുന്നു, എടി മറ്റേ ആ താത്താടെ വീഡിയോ കണ്ട് ചിരിച്ച് മടുത്തുവന്ന്. കുഞ്ഞാപ്പ കീറിയ തോറത്തിൻ്റെ കഥ പറഞ്ഞ് ചിരിച്ചു. ഇഡ്ഡലി തട്ടൊക്കെ ഇനി വേണോ, എക്സ്ട്രാ വേണോ കമ്മലിൻ്റെ, ആ കമ്മൽ തികയുമോ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്നപ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം. കൂടപ്പുറപ്പുകളൊക്കെ ആണെങ്കിലും നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ കണ്ട് ചിരിച്ചു സന്തോഷിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്നാണേലും പുതിയൊരു ഹാപ്പി വീഡിയോ ചെയ്തവരെല്ലാം